പിന്നണി ഗായകൻ പന്തളം ബാലൻ അദ്ദേഹത്തെ പി ജയചന്ദ്രനെ അനുസ്മരിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഭാവഗായകൻ പി ജയചന്ദ്രനെ അങ്ങ് അനുസ്മരിക്കുന്നതാ? തീർച്ചയായിട്ടും സംഗീത രംഗത്തും കലാരംഗത്തും കേരളത്തിന് ഒരു തീരാ നഷ്ടമാണ്. നല്ല ഗാനങ്ങളുടെയും നല്ല കലാകാരൻ്റെയും ഒരു യുഗത്തിൻ്റെ പൂർണ്ണതയാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിൽ കൂടി എനിക്ക് പറയാനുള്ളത്. അപ്പം ഞാൻ ഈ സംഗീത ഫീൽഡിൽ വന്നിട്ട് ഏകദേശം 40 വർഷത്തോളമായി. ആ കാലഘട്ടത്തിൽ പാടുന്നതിന് മുമ്പ് കേട്ട് വളർന്ന ശബ്ദം യേശുദാസിൻ്റെയും പി ജയചന്ദ്രൻ്റെയും പാട്ടുകൾ കേട്ടാണ് ഈ സംഗീത രംഗത്തേക്ക് ഞാൻ വന്നത്. പിൽക്കാലത്ത് ഒരിക്കൽ പോലും ഇവരെ ഒന്ന് അടുത്ത് കാണാൻ സാധിക്കുമെന്ന് ഒരിക്കൽ പോലും ധരിച്ചിരുന്നില്ല. എനിക്ക് തോന്നുന്നു 88 ഞാൻ ദേവരാജ മാസ്റ്റർ കൂടെ ആയിരുന്ന കാലഘട്ടത്തിൽ, അന്ന് ഗോത്രം എന്ന് പറയുന്നത് ആദ്യമേ എന്നെ സഖാവ് സിനിമയിൽ പാടിച്ചു. അതിനുശേഷം ഗോത്രം എന്ന് പറയുന്ന സിനിമ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാനും പാടിയിട്ടുണ്ട്. പിന്നെ പിൽക്കാലത്ത് അതിൽ മറ്റൊരു അക്ഷരമൊരു ഹിമബിന്ദു എന്ന് പറഞ്ഞിട്ട് പാടുന്നത് ദേവരാജ മാസ്റ്ററുടെ വീട്ടിൽ ഞാൻ അവിടെ ഒരു ഗുരുകുല വിദ്യാഭ്യാസം പോലെ അവിടെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ദേവരാജ മാസ്റ്റർ കൂടെ തന്നെയായിരുന്നു. അന്ന് ആണ് ഞാൻ ഏറ്റവും അടുത്ത് ഇദ്ദേഹത്തെ കാണുന്നത്. ഒരു കൊച്ചു കുട്ടിയെപ്പോലെ മാസ്റ്റർ അടുത്തിരുന്ന്, മാസ്റ്റർ എന്ന് വെച്ചാൽ എല്ലാ അർത്ഥത്തിലും ഒരു വലിയ ഗുരുനാഥൻ. ജയചന്ദ്രൻ സാറിൻ്റെ ഓരോ വാക്കുകളിലും പാട്ടുകളെ പറ്റി പറയുമ്പോൾ, ദേവരാജ മാസ്റ്ററെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓരോ സ്റ്റേറ്റ്മെൻറ്റും വാചാലനായിട്ട് സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഈ പാട്ട് പഠിക്കുന്നത് നേരിട്ട് കണ്ട ഒരാളാണ്. അക്ഷരമൊരു ഹിമബിന്ദു അതിലുണ്ടാകാശം അപാര നീലാകാശം. ഞാൻ അടുത്തിരുന്ന് കണ്ട് കേട്ട് പിന്നെ പല സന്ദർഭങ്ങളിലും കാണുവാൻ സാധിച്ചു. അതിനുശേഷം ഞാൻ അങ്ങ് 2000 തോന്നുന്നു പിന്നെ എൻ്റെ ഹൃദയത്തിൻ്റെ ഉടമ എന്ന സിനിമയിൽ ശ്രീ രവീന്ദ്രൻ മാസ്റ്ററുടെ ഒരു കമ്പോസിങ് സമയത്ത് ഞാൻ ആദ്യമായിട്ട് രവീന്ദ്രൻ മാസ്റ്റർ അടുത്ത് പോയിക്കുമ്പോൾ പിന്നെ ഞാൻ ഈ പാട്ട് കേട്ടോണ്ടാണ് അങ്ങോട്ട് ചെല്ലുന്നത്. അങ്ങനെ എൻ്റെ അടുത്ത് അതിൻ്റെ അന്ന് ട്യൂൺ മാത്രം ഇട്ടാണ്. പിന്നീട് ആ പാട്ട് ആദ്യമായിട്ട് പാടിയത് മാഷ് എന്നെ കൊണ്ടാണ് പാടിച്ചതെന്ന് വെച്ചാൽ റെക്കോർഡിങ്ങിനല്ല, അല്ലാതെ പഠിക്കാൻ. പിന്നെ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ കൂടിയാണ് അത് കേരളത്തിലെ എല്ലാ ശ്രോതാക്കളും ആ പാട്ട് കേട്ടത്. അത് ശരിക്കും അന്ന് അദ്ദേഹത്തിന് വളരെ പ്രതീക്ഷയുള്ളൊരു പാട്ടായിരുന്നു. സ്റ്റേറ്റ് അവാർഡ് കിട്ടേണ്ട ഒരു പാട്ടായിരുന്നു. രവീന്ദ്ര മാസ്റ്ററുടെ ഓയൻകുറുപ്പ് സാർ എഴുതിയ പിന്നെ ഏകാകിയാം നിന്റെ സ്വപ്നങ്ങൾക്കൊക്കെയും 7 സ്വരങ്ങൾ ചിറകു നൽകി സ്നേഹക്ഷതങ്ങളാൽ നോവും മനസ്സിൻ ചേക്കേറുവാൻ പാറി പറന്നു പോയി, പാറി പാറി പറന്നു പോയി. ഇത് ആണ് ഞാൻ ആദ്യമായിട്ട് പിന്നെ അദ്ദേഹത്തിന് വേണ്ടി പഠിച്ച ഒരു പാട്ടാണ്. അത് ട്രാക്ക് പാടിയത് ഭരത്ലാൽ എന്ന് പറയുന്ന രവീന്ദ്ര മാസ്റ്ററുടെ ജ്യേഷ്ഠൻ്റെ മകനായിരുന്നു. അദ്ദേഹമാണ് ട്രാക്ക് പാടിയത്. കേരളത്തിൻ്റെ ഞങ്ങൾ പാട്ടുകാർക്ക്, ഗായകർക്ക്, എന്നെപ്പോലെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന പാടുന്നവരും പാട്ട് ആസ്വദിക്കുന്നവരായ ഒരുപാട് പേർക്ക് ഒരു വലിയ വേദനയാണ്. വിവാദങ്ങളില്ലാത്തൊരു ഗായകനായിരുന്നു. മറ്റ് ഒരുപാട് പിന്നെ എനിക്ക് ഇന്നത് വേണം അങ്ങനെ ഒന്നുമില്ല, വെട്ടിത്തുറന്ന് കാര്യങ്ങൾ സംസാരിക്കും. പക്ഷേ അടുത്ത നിമിഷം അദ്ദേഹം അതുപോലെ തന്നെ വളരെ സൗമ്യമായി എല്ലാവരോടും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന നല്ലൊരു വ്യക്തിത്വമായി എനിക്ക് വളരെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഈ പകൽപൂരത്തിൻ്റെ പാട്ട് പാടിയിട്ട് മായം ചൊല്ലും അത് കഴിഞ്ഞിട്ട് രവീന്ദ്ര മാസ്റ്റർ വീട്ടിൽ ഞങ്ങൾ 3 കൂടെ തറയിലിരുന്നിട്ട് എല്ലാ ടൈപ്പ് ഓഫ് സോങ്സും എല്ലാ പാട്ടുകളും കേൾക്കുകയും എല്ലാ പാട്ടുകളെയും അംഗീകരിക്കുകയും. അന്ന് ഒരു പാട്ടുണ്ട് 86 ഇറങ്ങിയ ആവണി പൂക്കൾ എന്ന MS വിശ്വനാഥ് ഒരു പാട്ട്. ഉത്രാടരാത്രിയിൽ ഉണ്ണാതുറങ്ങാതെ ഉമ്മറപ്പടിയിൽ ഞാൻ കാത്തിരുന്നു എൻ്റെ ഉണ്ണിയിടച്ചനെ കാത്തിരുന്നു.
ഒത്തിരി ദൂരത്ത് ഓണനിലാവത്ത്, ഒത്തിരി ദൂരത്ത് ഓണനിലാവത്ത്, ഓമനെ നിന്നെ ഞാൻ ഓർത്തിരുന്നു, ഒരുപാടു കണ്ണുനീർ വാർത്തിരുന്നു. ഇത് ദാസേട്ടൻ പാടിയ, ചിത്ര ചേച്ചി പാടിയ പാട്ടാണ്. പക്ഷേ ആ പാട്ട് പാടുവാൻ ഒരു മനസ്സ് ഒരു മടിയുമില്ലാതെ അതിൻ്റെ ആ സംഗീതത്തെ പറ്റിയും പിന്നെ വാചാലാനായിട്ട് സംസാരിക്കും. പലപ്പോഴും വരി മറന്നു പോയപ്പോൾ ഞാനാണത് പറഞ്ഞു കൊടുത്തതും പാടിയതും. അപ്പോൾ അങ്ങനെ പല പാട്ടുകളെ പറ്റിയുള്ള ചർച്ച, അതൊരു വലിയ മനസ്സാണ്. ഞാൻ എൻ്റെ പാട്ട് മാത്രമേ പാടുകയുള്ളൂ, അങ്ങനെയൊന്നുമുള്ള ഒരുപാട് പാട്ടുകൾ കേൾക്കുകയും ഒക്കെ. അദ്ദേഹം പലപ്പോഴും പറയാറുണ്ട്, നീ ഇവിടെ സംഗീതം പഠിക്കാൻ പറ്റും, നീ സംഗീതം പഠിക്കണ്ട, ദേവരാജൻ മാസ്റ്ററുടെ ഒരു 3-4 പാട്ട് പഠിച്ചാൽ നിനക്കൊരു അത്ര സർവകലാശാലയാണ് ദേവരാജൻ മാസ്റ്റർ എന്ന് പറയാം. അങ്ങനെയൊക്കെ ഉള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് നടത്തിയിരുന്നത്. ഇപ്പോൾ ഈ അടുത്തിടെ ഈ കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചതാണ്, ഈ ദൃശ്യം സിനിമയിലെ പാട്ട് അദ്ദേഹത്തിന് പാടാൻ വിളിച്ചിട്ട് ആ സംഗീത സംവിധായകൻ പൈസ ചോദിച്ചപ്പോഴത്തേക്ക് പാടിച്ചില്ല എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ പി ജയചന്ദ്രനെ പോലെ ഇത്രയും ലെജൻഡറി ആയിട്ടുള്ള ഒരു സീനിയർ കലാകാരനെ വിളിച്ചിട്ട് സാമ്പത്തികം കൊടുക്കാതെ പിന്നെ ഇത്രയും കാലം ഈ ജോലിയാണല്ലോ അവർ ചെയ്യുന്നത്. അപ്പോൾ അവർ അത് ഒരു തെറ്റായ സന്ദേശമാണ്. നമ്മുടെ പുതിയ തലമുറയിലെ ഏതോ ഒരു മ്യൂസിക് ഡയറക്ടറാണെന്ന് പറഞ്ഞു, എനിക്ക് അറിഞ്ഞുകൂടാ അതാരാണെന്നൊന്നും. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അത് അദ്ദേഹത്തിൻ്റെ മനസ്സിന് വേദന ഉണ്ടായി കാണുമെന്നുള്ളതാണ്. പിന്നെ വലിയ ഈ പറഞ്ഞതുപോലെ കല്ലായി കടവത്തെ കാറ്റൊന്നും മിണ്ടിയിലേ, മണിമാരൻ വരുമെന്ന് ചൊല്ലിയില്ലേ. എല്ലാവരും ഒരുപാട് മ്യൂസിക് ഗ്രൂപ്പുകളുണ്ടല്ലോ ഇപ്പോൾ കേരളത്തിലെ. എല്ലാ സാധാരണക്കാരനും പാടാൻ പറ്റിയ ഒരു പാട്ടാണത്. അത് തീർച്ചയായിട്ടും അങ്ങനെ. അതുപോലെ തമിഴ്നാട് സർക്കാർ രാസാത്തി ഒന്ന് കാണാതെ നെഞ്ച് കാത്താടി പോലാടുത്, പൊഴുതാകെ പോച്ച് വിളക്കേത്തിയാച്ച് പൊന്മാനെ ഒന്ന് തേടുത്, രാസാത്തി ഒന്ന് കാണാതെ നെഞ്ച് കാത്താടി പോലാട. അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ച പാട്ടാണ്. അപ്പം ഇങ്ങനെ വിവിധ ഭാഷകളിലായിട്ട് വിവിധ ജോണറിലുള്ള പാട്ടുകളാണ്.